ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്, വേവിച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേവിക്കാതെയും ചെയ്യാൻ പറ്റും കേട്ടോ, നമുക്ക് ഒരുമിച്ചിട്ടിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 450 ഗ്രാമോളം ചിക്കനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോൺലെസ്, ഉപ്പും മഞ്ഞളും കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ കൂടി കേട്ടോ. ഇതൊന്നങ്ങ് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കാം കേട്ടോ. നന്നായി അരഞ്ഞു പോകണ്ട, ഒന്നങ്ങ് ഉള്ളി മുളകൊക്കെ നമ്മൾ കുത്തില്ലേ ചോറിലോട്ട്, അതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി ഇതേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ, അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഉണ്ട് കേട്ടോ. അത് എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതേ ഞാൻ നമ്മുടെ വലിയുള്ളിയും ടൊമാറ്റോയും കൂടി ചതച്ചതില്ലേ, അതൊന്നങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു 8 അല്ലി ഗാർലിക്ക് ചതച്ചതും. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഗാർലിക്ക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗാർലിക്കും വലിയ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ഇതിൽ മൊരിഞ്ഞ് വരണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാനൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് മൊരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിലോട്ട് വേവിക്കാത്ത ചിക്കൻ വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ വേവിക്കാത്ത ചിക്കനാണ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുള്ളതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ്റെ വെള്ളം ഒന്നങ്ങ് വലിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു വന്നതിന് ശേഷം കുത്തുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുത്തുമുളകും സാധാ മുളക് പൊടി, മറ്റേ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, അതൊക്കെ ചിക്കൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നിങ്ങൾ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നതിനോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ കുത്തുമുളക് ഇടുന്ന കുത്തുമുളകില്ലേ, അത് ചിക്കൻ്റെ വെള്ളം ഒന്ന് നല്ലപോലെ വലിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുത്തുമുളക് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, കാരണം കുത്തുമുളകിൽ നല്ല എരിവുണ്ടാവും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി ഒന്നങ്ങ് മൊരിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് നമ്മളുടെ ചിക്കൻ വേവിച്ചതില്ലേ അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും നല്ലപോലെ മൊരിഞ്ഞ് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തമായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറവ് തോന്നി കളറ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലോട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല പോലെ മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമ്മൾ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നങ്ങ് അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങളുടെ നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരില്ല. എൻ്റേത് ഇതേപോലത്തെ പാൻ ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇളക്കിക്കൊണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവ് തോന്നി, ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി ശരിയായിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിം ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല പോലെ മൊരിഞ്ഞ് വരും കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക കമൻസിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ.